എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടായ? ചൂട് വലിയ ചൂട് കഴിഞ്ഞ കണക്കുള്ള വലിയ ചൂടില്ല. മറ്റേ ഇവിടെ ഇങ്ങനെയല്ല. അല്ല, ഇവിടെ നിങ്ങൾ വന്ന ഒരു ഉത്സവ പറമ്പ് കണക്കായിരുന്നു. ഇപ്പൊ ഇവിടെ വി മുരളീധരന്റെ പോസ്റ്റർ ഞാൻ കണ്ടുള്ളൂ. അല്ല മറ്റേ ജോയിയുടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ജോയിക്ക് കൈയെഴുത്തുകൾ അടൂർ പ്രകാശിന്റെ ഇവിടെ അവിടെ വെച്ചിട്ടുണ്ട്. റോഡ് പണി കുറെ ആയോ? റോഡ് പണി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായി ഇവിടെ. അത് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ മാസം ഇതിലേക്ക് കയറി പോയി. അന്നേ തുടങ്ങി. തടസ്സമായിരുന്നു തന്നെ. ഇപ്പോഴും വാഹന സൗകര്യമുണ്ട്, തടസ്സമില്ലാതെ വാഹനം പോകുന്നുണ്ട്. പക്ഷെ പാടാണ്. പാടാണ്. ഇപ്പോൾ വീട്ടിൽ പോയി കുളിക്കണം. കുളിച്ചിട്ട് ഇനിയിപ്പോൾ കോളേജ് പഠിച്ച ആളുകളെ കാണാൻ പോകണം. വേനൽക്കാലത്ത് ചെടിക്ക് ഒഴിക്കാൻ വെള്ളമുണ്ടോ? കുറേശ്ശെ. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ പ്രവർത്തനമൊന്നും കാര്യമായൊന്നും ചൂടായില്ലല്ലോ. സ്ഥാനാർത്ഥി പരിഗണനത്തിന് ഈ ഭാഗത്ത് വന്നില്ല. പിന്നെ അവിടെ ഇവിടെ കുറേ പോസ്റ്റർ വെച്ചിട്ടുണ്ട്, ചോരെഴുത്തുകൾ കുറേ നടത്തിയിട്ടുണ്ട്. ചൂടായതുകൊണ്ടായിരിക്കും വരാൻ. അതൊക്കെ ഉള്ളൂ, വേറെ ഒന്നും ആയില്ല. ആദ്യമായിട്ട് വോട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് വോട്ട് ചെയ്ത് ഓർമ്മയുണ്ട്, വർഷം ഓർമ്മയില്ല. കാസർഗോഡ് കടന്നപ്പള്ളി രാമേന്ദ്രനും നയനാരും കൂടെ മത്സരിച്ചു പാർലമെൻറ്റിലേക്ക്. അങ്ങനെ കടന്നപ്പള്ളി ജയിച്ചു. സഖാവ് നയനാർ തോറ്റുപോയി. അപ്പോൾ ഇവിടെ ഇപ്പം മാറ്റം ഉണ്ടാവുമോ? ഇപ്പോൾ മാറ്റങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയൊന്നും വരാൻ സാധ്യത. ആർക്ക്? കോൺഗ്രസിന്. നമുക്ക് ആദ്യമായിട്ട് വോട്ട് ചെയ്ത ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എപ്പോഴും ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്തത് പഞ്ചായത്ത് വോട്ടായിരുന്നു. പഞ്ചായത്ത് ഇലക്ഷനാണ് വോട്ട് ചെയ്തത്. കാസർഗോഡുള്ളപ്പോൾ? കാസർഗോഡ് ജില്ലയിലാണ് ചെയ്തത് വോട്ട്. വോട്ട് ചെയ്യുന്ന സ്ഥാനത്ത് ജയിക്കാറുണ്ടോ? ജയിക്കാറുണ്ട്. ജയിക്കാറുണ്ട്. ഇത്തവണ എങ്ങനെയുണ്ട്? ആരും വന്നോ ഇവിടെ വോട്ട് ചോദിച്ചു? ഇല്ല, ആരും വന്നില്ല. ഇതുവരെ ആരും വന്നില്ല. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയുന്നു? സ്ത്രീകളുടെയൊക്കെ വോട്ട് ആർക്കായിരിക്കും എന്ന് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല, ഓരോരുത്തർ വിശ്വസിക്കുന്ന പാർട്ടി അവരവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യും. നീ അമ്മാമച്ചി എന്താന്ന് പറയാൻ നോക്കട്ടെ. അമ്മാമച്ചി വോട്ട് ചെയ്യാൻ പോണില്ലേ? ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം? ഞാൻ എത്ര വോട്ട് ചെയ്ത്. എന്നിട്ട് എല്ലാവരും ജയിച്ചോ? വോട്ട് ചെയ്തവർ ജയിച്ചോ? ഒരു പാട്ട് പാടോ? പാട്ട്. ഉണ്ണിക്കാർ കൊണ്ടോരോ നൃത്തമുണ്ടങ്ങൻ ഉണ്ണിത്താളകളിലമ്പുമുണ്ടങ്ങൻ. ഞാൻ പോയിട്ട് വരാം. ഇവിടെ ഇങ്ങനെ പണി കിടക്കുന്നു. അത് ഞാൻ കണ്ടു. ഇങ്ങനെ നമ്മുടെ ബജറ്റിൽ തീരുമോ? തീർക്കാം. നമുക്കൊരു 10 ലക്ഷം രൂപയ്ക്ക് തീർക്കാം. 10 9 തീരൂലേ? മതിൽ പണിയല്ലേ? 9 നഷ്ടമാണ്. 9 ലക്ഷത്തിന് നഷ്ടമാണ്. നല്ലതാ. എങ്ങനെയുണ്ട് ഇലക്ഷൻ? ഇലക്ഷൻ ഇതുവരെ ഇവിടെ ഒരു പരിപാടി നടന്നിട്ടില്ല. ഇലക്ഷൻ ആരും വന്നില്ല ഇങ്ങോട്ടൊന്നും. ആരും വന്നില്ല. ഇനി വരണ ഇരേ ഉള്ളൂ. ശരി. പണ്ട് സജീവമായ സംഘടനാ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. പണ്ടുണ്ടായിരുന്നു. ഇപ്പം നിർത്തിയോ? ഇപ്പം നിർത്തിയിട്ട് നമ്മൾ ആ പാർട്ടി തന്നെയാണ്. അത് മാറിയിട്ടില്ല. നിങ്ങൾ പോയില്ലേ ഇപ്പോൾ ഇലക്ഷൻ വർക്കിന്? ഇലക്ഷൻ വർക്കിന് ഞാൻ ഇറങ്ങിയില്ല. അതുവരെ ഇറങ്ങിയില്ല. ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങണം. ഓക്കെ, വൈകിട്ടാണ്. ശരി. കല്ലറ പാങ്ങോട് സമരത്തിൽ ജീവൻ നഷ്ടമായവരുടെ ഓർമ്മകൾ തുളുമ്പുന്ന രക്തസാക്ഷി മണ്ഡപമാണ് എനിക്ക് പിന്നിൽ എൻ്റെ നാട്ടിൽ കല്ലറയിൽ ഈ കാണുന്നത്. ആറ്റിങ്ങൽ കലാപം ഉൾപ്പെടെ നിരവധി പ്രതിരോധങ്ങളുടെ ചരിത്രം കൂടിയുണ്ട് ഈ ലോക്സഭാ മണ്ഡലത്തിന്. ഓരോ ജനപതിയും ചരിത്രത്തിൽ നിന്നുള്ള ഊർജം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. SFI, AVP, KSU എല്ലാം ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഒരാളും കൂടെ വരുമെന്ന് പറഞ്ഞു. നിഖിലിപ്പോൾ എത്തും. പഴയ SFIയുടെ ഇവിടുത്തെ വലിയ നേതാവ്. അതുകൊണ്ട് ഇപ്പം BJPയുടെ അന്നത്തെ ഇവിടുത്തെ അഴിയിലെ വിട്ട് 6 സ്റ്റിച്ച്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ ഇലക്ഷൻ നല്ല രീതിയിൽ പോകണം. നല്ല ആത്മവിശ്വാസമാണ്. ആറ്റിങ്ങൽ ആര് ജയിക്കും? എന്താ അവസ്ഥ? ആറ്റിങ്ങൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ല, ഇലക്ഷൻ ഇനി സമയമുണ്ട്. പൊളിറ്റിക്സ് ഓൾറെഡി ഉണ്ടല്ലോ. ഇന്ത്യ മുന്നണിയിലാണ്. പക്ഷേ പൊളിറ്റിക്സ് മാനേജ്മെന്റിലെ 3 പേരും ഭയങ്കര ഇടുക്കന്മാരാണ്. 19 MP നേരത്തെ ജയിച്ചവരാണ്. അവർ ഈ 5 വർഷം നിയോജക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് അവർ ആൾറെഡി വർക്ക് ചെയ്തതിൻ്റെ അകത്തുണ്ട്. വിജയിക്കുന്നുള്ളതിൽ UDF വലിയ ആത്മവിശ്വാസമുണ്ട്. ഇതുവഴിയായിരുന്നു ഒത്തിരി അടി വരുന്നത്. പിന്നെ നമ്മൾ അടി ഉണ്ടാക്കിയിട്ട് ഓടി വരുന്നത്. അതിനെ
നമ്മൾ വരുന്നത് ഭക്ഷണം കഴിക്കാൻ. ഇത്രയും ഇങ്ങനെ കോളേജും ഇങ്ങനെ വീടും ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടാവും? അത് ഭയങ്കര ഭാഗ്യമായിരുന്നു ഇങ്ങനെ കോളേജിന് അടുത്ത് താമസിക്കാൻ പറ്റിയെന്നുള്ളത്. രതീഷിന്റെ മാത്രം വീടല്ല, അല്ല, എല്ലാവരുടെയും വീടായിരുന്നു. ശരിയാണ്. ഈ സാറേ, രാഷ്ട്രീയം മാത്രമല്ല നമ്മുടെ ബന്ധം. അതെ അതെ, എന്താണ്? പാരൽ കോളേജ് അധ്യാപകൻ. അതെ, പാരൽ കോളേജ് അധ്യാപകൻ. ഇപ്പം 4 ടേമായി പഴയ കുന്നുമേൽ പഞ്ചായത്തില് മെമ്പർ, അതും വാർഡ് മാറി മാറി. എങ്ങനെയുണ്ട് ഈ ഇലക്ഷൻ കാലത്ത് ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? കഴിഞ്ഞ കാലത്തെ ജനപ്രതിനിധികളുടെ നിലപാട്, അവർ പാർലമെൻറ്റിനകത്ത് സ്വീകരിച്ചിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ തന്നെ ജനങ്ങളിലൊരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. ബി ജോയ് എന്നുള്ളതാണ്. അതെ അല്ലേ, ആറ്റിങ്ങലിൽ ഇടതുപക്ഷം വിജയിച്ചു വരേണ്ട ഒരു അനിവാര്യതയിലേക്കാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കാലം കടന്നു പോകുന്നത്. ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? വർക്കിലാണ്, വർക്കടക്കാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വിജയം ആവർത്തിക്കും. പൂർണ്ണമായ തോതിലെത്തുന്ന തന്നെ റംസാൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരത്തുള്ളൂ. ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തനം ഇറങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട് കളി? കളി ഉഷാറായിട്ട് നടക്കുന്നു. സഞ്ജയ, എന്തുണ്ട്? പാർട്ടി പ്രവർത്തനം ഉണ്ടോ ഇപ്പോഴും? വളരെ കുറവാണ്. ആശുപത്രിയിലും നല്ല നിലയിലാണ് പോകുന്നത്. നല്ല നിലയിൽ ഡോക്ടറൊക്കെ ഉണ്ട്, രോഗികളും കൂടുതലാണ്. ഭയങ്കര തിരക്കാണ്. രാവിലെ വരുമ്പോൾ ഭയങ്കര തിരക്കാണ്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന സ്ഥലം തന്നെയാണ്. നിങ്ങളുടെ നമ്മളെ സെൽഫി എടുക്കാൻ വന്നടേ. കോഫിയുടെ എണ്ണയ്ക്കൊക്കെ ഭയങ്കര വില. അപ്പോൾ അറിഞ്ഞൂടെ, മാതൃഭൂമിയിൽ റിപ്പോർട്ടർ വാർത്തയൊക്കെ വായിക്കുന്നുണ്ടില്ലേ, കോട്ടൊക്കെ ഇട്ട്. രതീഷ് എൻ്റെ നമ്മളെ മീൻകോടത്തെ കുട്ടമ്പുള്ള അപ്പൂപ്പയില്ലേ? അങ്ങനെ മോനാണ്. മോനല്ലേ, ചെറുമോൻ. അപ്പൂപ്പനെ അറിഞ്ഞൂടെ? താണ്ട ഒരുമിച്ച് ഭയങ്കര കൂട്ടുകാരാണ് അവര്. അപ്പൂപ്പ ഇപ്പൊ ഇല്ല. മാമ, ഈ അവൻ വാർത്ത വായിക്കുന്നതിനെ പറ്റി മാമൻ്റെ അഭിപ്രായം എന്താണ്? വാർത്ത വായിക്കുന്നതിനെ പറ്റി നമുക്ക് പിന്നെ എന്തൊരു പറയുന്നത്? വാർത്ത നമ്മളെ പയ്യനല്ലേ അല്ലേ? അവൻ നല്ല അത് ശരിയായില്ല, അത് ആ ഉത്തരം ശരിയല്ല. മാമ നല്ലതാന്ന് പറ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്നെ പറ്റി രാവിലെ നമ്മളെ രതീഷ് ചേർത്തൂടെ? ടി വിയിൽ കണ്ടല്ല, ടി വിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ നാട്ടിലൊന്നും പറഞ്ഞില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ, നമ്മൾ വന്നപ്പം നമ്മൾ വന്ന് അമ്പലക്കുളത്തിൽ കുളിക്കുകയും ചെയ്തത്. ഇലക്ഷൻ എത്തിയില്ലേ, ചൂടൊന്നും ആയില്ലേ? അവൻ പറഞ്ഞേട്ടോ, ഇലക്ഷൻ വരും പോകും. ഇലക്ഷൻ ഇങ്ങനെ അറിഞ്ഞിട്ട് വേണം അതിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യാൻ. പെട്രോളിനൊക്കെ ഭയങ്കര വിലയാണ്. ഇനിയിപ്പോ ഇലക്ഷൻ കഴിയണം, ഇതിന്റെ വില പറയണോ? ഒന്ന് പോ. ശരി, എന്നാ പിന്നെ ശരി. പിന്നെ നമ്മളെ ചെറുക്കൻ വന്നിരിക്കുന്നുണ്ടല്ലേ? സുഖമായിട്ടിരിക്കണ? അതിനുണ്ട് ഇലക്ഷനൊക്കെ അല്ലേ? ഇലക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പത്രം കൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ 5ാം ക്ലാസ് പോലും ഞാൻ അവന് ഒരുമിച്ച് പഠിച്ചാണ്. നമ്മളൊക്കെ ഇവിടെ വന്നിരുന്നാണ് നാടകമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ കുറെ പേരുണ്ട്. എല്ലാരും ഇപ്പൊ നടന്മാരൊക്കെയാണ്. നമ്മളെ സീരിയലില്ല, മിമിക്രി മേഖല, ജേർണലിസത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നല്ലേ? വേറെ ആരെങ്കിലും? ബുദ്ധിയുള്ള നിനക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്. കലാകാരന്മാരും നമ്മളൊന്നുമല്ല. കാറൊക്കെ കൊണ്ടുപോകണം. ഇത്രയും വലിയ ആളൊക്കെ ആയിട്ട് നിനക്ക് കാർ വീട്ടിൽ പോയിട്ട് കാർ എടുക്കാം, ബാക്കി ഷൂട്ട് കാറിൽ പോവാം. ശരി, ഹെൽമെറ്റ് ഇല്ല, പോലീസ് ഓടിക്കോടെ. ഹെൽമെറ്റ് ഇല്ലേ? ഹെൽമെറ്റ് ഇല്ലെങ്കിൽ വഴി ഇറക്കി വിടും. ശരി എന്നാ, ഓക്കെടാ. ശരി ശരി. ഇലക്ഷനാണ് വരുന്നത്. ഇലക്ഷനൊക്കെയാണെന്ന് പറയാതെ ബംഗാളിയാണ്. അതിന് എനിക്കറിയില്ലേ, 10 കൊല്ലത്തിൽ മേളിലായില്ലേ ഇവിടെ വന്നിട്ട്. എങ്ങനെയുണ്ട് ബംഗാളിലെ ഇലക്ഷൻ? അവിടെ വോട്ട് ചെയ്യാൻ പോവോ? പോവും, ബംഗാളിൽ പോവും. അവിടെ ആര് ജയിക്കും ഇത്തവണ? മമതയാണോ BJP ആണോ? ഭയങ്കര തീപ്പൊരി മത്സരം എന്നാണ് പറയുന്നത്. മമതാ ബാനർജിയാണ് ഇപ്പൊ. ശരിയോ? എല്ലാവരും എത്തിയാളിയാ? എല്ലാവരും എത്തിയാന്ന്. എത്ര മണിക്കാണ് ഇവിടെ എത്തുമെന്ന് പറഞ്ഞത്? ഒരു ചട്ടുവും കൂടെ എടുത്തു. ചിലപ്പോൾ വേറെ ഇറങ്ങിക്കാണും ഇളക്കി എടുക്കാൻ. അളിയാ, അരുണേ, അവരെ തടാകത്തിരുത്ത്. അവര് കുറെ വെയിൽ കൊണ്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കണത് വെയിലടിച്ചോണ്ട്. ഇത് ഉണ്ടപ്പൊക്കറ് ഫ്രീ ആയിട്ട് തന്നത്. മൗനരാഗം എങ്ങനെയുണ്ട്? ഗംഭീരമായി പോകാറില്ല? 1100 എപ്പിസോഡ് ഗംഭീരം. അമ്മനിപ്പം അനിയനെ പോലെ നടക്കുന്ന ചെറുക്കനായിരിക്കുന്നത്, അറിയാമോ? അവന്റെ ഡബിങ് ഗംഭീരമാണ്. ഇലക്ഷൻ ആയതുകൊണ്ടാണ് വെള്ള. ഇന്ന് ഞാൻ വിളിച്ചപ്പോഴത്തെ ഇലക്ഷൻ അനൗൺസ്മെന്റ് ഉണ്ട്, എനിക്ക് വരാൻ. ഞാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞ രതീഷ് പറഞ്ഞതാണ്, നീത്തി ഒന്ന് വന്നിട്ട് പോകുന്ന പറഞ്ഞ് എന്നാലും ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ മത്സരിക്കാന്ന് വിചാരിക്കാം. ഞാൻ മത്സരിക്കാന്ന് എങ്ങനെ അനൗൺസ് ചെയ്യും? യവന് പറ്റിയ ഒരു ചിഹ്നം പറഞ്ഞാണ്ട. ഇവന്റെ ഒരു കലം.
കുടം. നമ്മളുടെ പ്രിയ കൂട്ടുകാരൻ, നമ്മൾ അറിയുന്നു, നിങ്ങളെ അറിയുന്നു, രതീഷ് അനിരുദ്ധന്റെ കുടം അടയാളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. പുളിമാത്ത് 8ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന രതീഷ് കാട്ടുംപുറത്തിനെ കുടമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ചിഹ്നം കുടം. ഇലക്ഷൻ ടൈമാണ്, മനോഹരമായ വാഗ്ദാനങ്ങൾ കിട്ടുന്ന സമയം കൂടിയാണ്. വാഗ്ദാനങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. ശരിക്കും നമ്മുടെ നാട്ടിലൊരു നല്ലൊരു സംരംഭം വന്നു കഴിഞ്ഞാൽ അതിനെ യൂസ് ചെയ്യാൻ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഘടകം. വരിക അതായത് ഇപ്പം കണ്ടില്ലേ, ഈ കാണുന്ന ഇതിൻ്റെ ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന ഈ ഭാഗമെല്ലാം ഇതിനെ എങ്ങനെ തള്ളി മറിക്കുക എന്നുള്ളതും അവിടെയൊക്കെ ഷെഡുകളുണ്ടായിരുന്നു. നീ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടുത്തെ റോഡ് കണ്ട, ആ റോഡ് കണ്ട അളവിൽ കിടക്കുന്നു. വൈകുന്നേരം ഭയങ്കര രസമാണ് ഇവിടെ. ഭയങ്കര രസമാണ്. പണ്ട് ഞാൻ രതീഷും കൂടെ സ്കൂളിൽ പഠിക്കും ഇവിടെ വരുമായിരുന്നു. ഞങ്ങൾ കടൽ കാണുമായിരുന്നു വൈകിട്ട് ഇവിടെ വന്നിട്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ല, ഞങ്ങൾ കടൽ കണ്ടിട്ടില്ല. ഈ ബോട്ട് ഇങ്ങനെ പോകുന്നതിന്റെ വെട്ടവും അതൊക്കെ അത് ആറ്റിങ് വഴി വണ്ടി പോണതാണ്, ബോട്ട് പോണതല്ല. ഈ കാട്ടുപോകാൻ പറഞ്ഞു വിടാം. ഇവന്റെ കയ്യിൽ കിട്ടുന്ന ഇലക്ഷൻ പ്രോഗ്രാമാണ് ഇത്, കോമഡി ഉത്സവം അല്ല. വോട്ട് ചെയ്യാൻ വരുമോ അതോ എങ്ങനെ പരിപാടി? പ്രായപൂർത്തിയാവണം. വോട്ട് ചെയ്യാൻ വരും, ഇലക്ഷൻ കാർഡ് കൊടുക്കും. അതല്ല, അങ്ങനെയല്ല പ്രായപൂർത്തിയാവണേ. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരണം. ആ വോട്ടൊക്കെ അടിപൊളിയായിരിക്കും. ആ വോട്ട് ആരൊക്കെയായിരുന്നു? അങ്ങനെ പറയൂല, എന്റെ രാഷ്ട്രീയം വെളിയിൽ കൊണ്ടുവരണം നോക്കണ്ട. വേണ്ട വേണ്ട വേണ്ട. അവനെ തിരക്കുണ്ട്, അവനെ നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കി വിടേണ്ട ആവശ്യമുണ്ട്. അവന് സീരിയലിൽ അവൻ മെയിൻ വേഷം ചെയ്തു. സീരിയലിൽ ഒരു വേഷം പഠിച്ചു തരണേ. അണ്ണനെ സിനിമയെ കൊണ്ടോ ആദ്യം. സുഹിത്ത് വിളിക്കുന്നു. സുഹിത്തേ, ഞാൻ രതീഷിന്റെ കൊടുക്കാം. രാവിലെ 6 മണി തൊട്ട് 60 പണയം വിളിച്ചിട്ടുണ്ട്. കടാലയ പാറയുടെ മണ്ടയില്, നേരെ മണ്ടയില് ഉച്ചയിൽ ഒരു പാറ വീഴുന്ന പോലെ ഇരിക്കുന്നതിന്റെ അവിടെ ഉണ്ട്. ആ റോഡ് മണ്ടിയുടെ മണ്ടയിൽ കൂടെ കയറി വന്ന്, അല്ല വഴിയില്ല വേറെ വരെ. ഇലക്ഷനാണ്, ഒരു കാര്യം ചെയ്യും, നിന്റെ ഏറ്റവും അടുത്ത ആളല്ലേ മത്സരിക്കുന്ന ഒരാള്. ആ റോഡൊന്ന് ശരിയാക്കാൻ പറ. മനസ്സിലായിരുന്നു. സുജിത്തിലെ നമ്മളെ 2ന്റെ ഡയറക്ടർ വോയിസ് പറഞ്ഞാ ചേട്ടനും രതീഷ് അനിരുദ്ധിനെ കാണാൻ വന്ന് ഒരു വിഷു പറയും പോലെ, ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു വിഷു പറയും പോലെ പറയണം. എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. രതീഷ് എന്നെ ഉണ്ട്. ഇലക്ഷന്റെ പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ആ കുഴപ്പമില്ല, ദൈവസഹായത്തിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് പാർട്ടിക്കാർ കയറി ഡയറക്ടറാണ് നമ്മുടെ. എന്തിത്ര നേരത്തെ പോകുന്നത്? ഇരുന്ന് ശരണാങ്കിലല്ലേ നിങ്ങള്? മലപ്പുറത്തെ ബാങ്ക് കെട്ടിപ്പ്, നമ്മുടെ നാട്ടിലെ സത്യം തന്നെയാണ്. ഈ ബാങ്ക് കെട്ടിപ്പ് ഒരാളുടെ മാത്രം കുത്തകയല്ല, തട്ടിപ്പ് വെട്ടിപ്പ് എല്ലാവർക്കും ഉണ്ട്. എല്ലാ മേഖലയിലും ഉള്ള തട്ടിപ്പ് വെട്ടിപ്പും എന്ന പോലെ ബാങ്ക് മേഖലകളിലും ഇലക്ഷൻ വികസനം ആര് ജയിക്കും? വികസനം